ഇനി നമ്മൾ പോകുന്നത് രണ്ട് കൊച്ചു മിടുക്കികളെ പരിചയപ്പെടാനാണ്. കൊച്ച് എന്ന് പറയുമ്പോഴും വലിയ കാര്യമാണ് അവർ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. ചെറിയ പ്രായത്തിൽ തന്നെ പുസ്തകം എഴുതി പ്രകാശനം ചെയ്യാൻ ഒരുങ്ങുകയാണ് അവർ. സഹോദരിമാരാണ്, രണ്ടുപേരും ഓരോ പുസ്തകം എഴുതിയിരിക്കുന്നു. രണ്ടുപേരും പ്രതിരോധ വിദഗ്ധൻ കേണൽ എസ് ഡിന്നിയുടെ മക്കളാണ് ഈ രണ്ടുപേരും, ഗംഗയും ഗൗരിയും. അവർ രണ്ടുപേരും ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് നമുക്ക് ചോദിക്കാം. അവർ അതിഥിയായി ചേരുന്നുണ്ട് നമ്മോടൊപ്പം. ഒരാൾ 8ാം ക്ലാസ്സിലും ഒരാൾ +2-നുമാണ് പഠിക്കുന്നത് മനസ്സിലാക്കുന്നത്. അതായത് അവർ 2 വർഷം മുൻപാണ് ഈ പുസ്തകം എഴുതി തുടങ്ങിയത്. അതിൻ്റെ പ്രകാശനം നാളെയാണ്. കൊല്ലത്ത് ബംഗാൾ ഗവർണർ CV ആനന്ദബോസാണ് ഈ പുസ്തകം പ്രകാശനം നിർവഹിക്കുക. അപ്പോൾ അവരുടെ വിശേഷങ്ങളും ആ പുസ്തകത്തിൻ്റെ വിശേഷങ്ങളുമാണ് നമ്മളിന്ന് തത്സമയം നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. നമ്മുടെ നിരവധി പ്രേക്ഷകർ കമൻറ്റുമായി നമ്മോടൊപ്പം വരുന്നുമുണ്ട്. ഈ അതിഥികളുടെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നില്ല. അത് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ ഇന്നലത്തെ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് നമുക്ക് ഇവരിലേക്കൊക്കെ പോകാൻ കഴിയുമോ എന്നുള്ളൊരു ആശങ്ക നമുക്കുണ്ടായിരുന്നു. പക്ഷേ ഭാഗ്യവശാൽ നമുക്ക് അതൊക്കെ തന്നെ മാറിക്കിട്ടി. അപ്പോൾ ആ പ്രേക്ഷകരുടെ കമൻറ്റുകൾ നമുക്കൊന്ന് നോക്കി പോവുകയാണെങ്കിൽ, ഈ ഇവരുടെ വിവരം തേടാത്തതിനെക്കുറിച്ച് നേരത്തെ പ്രജിത്തും അഖിലും സംസാരിച്ചല്ലോ, അതിനെക്കുറിച്ചൊക്കെ പ്രേക്ഷകരും സംസാരിക്കുന്നുണ്ട്. ഈ കാണാതായ കുട്ടിയുടെ കാര്യം പറയുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടെ വന്ന് താമസിക്കുന്ന ആളുകളുടെ ഡീറ്റെയിൽസ് എടുക്കാൻ സർക്കാർ പലപ്പോഴും ഇങ്ങനെയുള്ള അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഇത്തരമുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ വേണ്ടി മാത്രമായിട്ട് ഒതുങ്ങുകയാണ് ചെയ്യുന്നത്. നമ്മൾ ആലുവയിലെ ഒരു സംഭവം കണ്ടിട്ടുണ്ടായിരുന്നു, കൊലപാതകം. അതിനുശേഷം ഏറ്റവും അവസാനം തന്നെ നമ്മൾ ഈ തിരുവനന്തപുരത്ത് ചാക്കയെന്ന കുട്ടിയെ കാണാതായി. ഈ ചാക്കയിലെ കുട്ടിയുടെ കാര്യത്തിൽ ഒരു പക്ഷേ നാടോടി കുട്ടിയായതുകൊണ്ട് തന്നെ അതിന് നമുക്ക് കൃത്യമായി അതിനൊരു അഡ്രസ്സും മറ്റു കാര്യങ്ങളൊന്നും സൂക്ഷിക്കാൻ കഴിയില്ല എന്നൊരു ന്യായീകരണം പറയാം. പക്ഷേ ഇതുപോലെ വീടെടുത്ത് താമസിക്കുമ്പോൾ അവരുടെ വിവരങ്ങൾ നമുക്കറിയാം. ഈ വയനാട് പ്രശ്നമുണ്ടായപ്പോൾ പോലും, ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോൾ പോലും പലരെയും നമ്മൾ കിട്ടിക്കഴിഞ്ഞപ്പോൾ, അവരുടെ ബോഡി കിട്ടിക്കഴിയുമ്പോഴാണ് അവരിങ്ങനെ ഇവിടെ താമസിച്ചിരുന്നവരാണ് എന്ന് മനസ്സിലാകുന്നത്. നേപ്പാൾ സ്വദേശികളുമൊക്കെ അക്കാര്യത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കണക്കെടുപ്പാണ് അത്യാവശ്യം വേണ്ടത് എന്നുള്ളത്. നമ്മുടെ നാട്ടിൽ വന്ന് താമസിക്കുന്ന ആളുകൾ ആരാണ് എന്നുള്ളത് ഈ വീട് വാടകയ്ക്ക് കൊടുക്കുന്നവരെങ്കിലും അത് വാങ്ങിച്ചു വയ്ക്കണമെന്ന് പറയാറുണ്ട്. പക്ഷേ അതിനേക്കാൾ ഉപരി സർക്കാരിൻ്റെ കയ്യിലൊരു കണക്കുണ്ടാവണം. സർക്കാരിൻ്റെ കയ്യിൽ ആ കണക്കില്ലാതെ പോകുമ്പോഴാണ് പലരും ഇവരാരാണ്, എന്താണ് ഇവരുടെ രീതികൾ, എന്താണ് ഇവരെങ്ങോട്ട് പോകാൻ ഇതൊന്നും നമുക്കറിയില്ല. തൊട്ടപ്പുറം ഇപ്പുറം താമസിക്കുന്ന ആളുകൾക്ക് പോലും ഈ ഭാഷയുടെ പ്രശ്നം കൊണ്ട് പലപ്പോഴും അറിയാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ഏതായാലും വയനാട്ടിലെ കാര്യങ്ങൾ കൂടി പറയണേ എന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട്. തീർച്ചയായും എല്ലാ വാർത്തകളും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ രണ്ട് കൊച്ചു മിടുക്കികളെ കാത്തിരിക്കുന്നതായതുകൊണ്ടാണ് ചെറിയൊരു ഡിലേ ആ വാർത്തകളിലേക്ക് പോകാൻ വേണ്ടി വന്നത്. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ചാണെങ്കിൽ അവർ തയ്യാറാകുന്നതേ ഉള്ളൂ. കുഴപ്പമില്ല. ഈ കുട്ടിയുടെ കാര്യം പറയുമ്പോൾ തന്നെ ബബിതയാണ് ഈ ട്രെയിനിൽ യാത്ര ചെയ്തത്. അതൊക്കെ തന്നെ നമുക്ക് പറയേണ്ടതുണ്ട്. നമ്മൾ അതിഥികളിലേക്ക് പോകാം അല്ലേ? ഓക്കെ, ഹലോ, നമസ്തേ, ഗുഡ് മോർണിംഗ്. രണ്ട് മിടുക്കി കുട്ടികളാണ് പ്രേക്ഷകർക്ക് മുന്നിൽ ഇരിക്കുന്നത്. ഇവർ രണ്ടുപേരും ചേർന്നല്ല, രണ്ടുപേരും അവരുടേതായ രീതിയിൽ 2 നോവലുകൾ എഴുതിയവരാണ്. നമുക്ക് ആദ്യം ഗംഗയോട് ചോദിക്കാം. ഗംഗ, എന്താണ് ഗംഗയുടെ പുസ്തകത്തിൽ പറയുന്നത്? സസ്പെൻസ് ഉണ്ടെങ്കിൽ പുറത്തു വിടണ്ട. എൻ്റെ ബുക്ക് ഞാൻ എൻ്റെ ഡോഗിനെ ബേസ് ചെയ്തായിരുന്നു എഴുതിയത്. അപ്പോൾ ഈ ഡോഗ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു ഹ്യൂമൻ ബീങ്സിന് വേണ്ടപ്പെട്ടായിട്ടുള്ളൊരു ക്രീച്ചറാണ്. പക്ഷെ കുറേ പേർക്ക് അത് മനസ്സിലാവത്തില്ല. അപ്പോൾ ഞാൻ 7th സ്റ്റാൻഡേർഡിൽ എഴുതാൻ തുടങ്ങിയപ്പോൾ ആ സമയത്ത് ഞാൻ ഭയങ്കര വലിയൊരു ഡോഗ് ലവറായിരുന്നു. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഈ ലോകത്ത് ഡോഗ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം, ഡോഗ്സിനെ സ്നേഹിക്കണം എന്ന മെസ്സേജ് ഞാൻ എങ്ങനെ ലോകത്ത് കൊണ്ട് കൺവേ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ബുക്സ് വായിക്കാനും എഴുതാനും ഭയങ്കര ഇഷ്ടമായിരുന്നു കൊച്ചിലെ തൊട്ടേ. അപ്പോൾ ബുക്കിൻ്റെ രീതിയിൽ ഞാനത് ആ മെസ്സേജ് എൻ്റെ കൺവേ ചെയ്യാൻ നോക്കി. ആൻഡ് എൻ്റെ വീട്ടിലിരിക്കുന്ന ഡോഗിനെ ബേസ് ചെയ്ത് തന്നെയായിരുന്നു ഞാൻ സ്റ്റോറി മൊത്തം എഴുതിയത്. അപ്പം ആ ഡോഗിനെ ഇങ്ങനെ അവരുടെ ഫാമിലി അബാൻഡൻ ചെയ്തു വിട്ടിട്ട് നമുക്ക് കിട്ടിയതാണ്. നമ്മൾ പിന്നെ അഡോപ്റ്റൊക്കെ ചെയ്ത് പിന്നെ നമ്മളുടെ കൂടെ ഒത്തിരി കാലം ഉണ്ടായിരുന്നു. അപ്പം ആ ഡോഗിൻ്റെ ലൈഫ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു സെൽഫ്ലെസ് ആയിട്ടുള്ള ഒരു ഡിവോട്ടഡ് ആയിട്ടുള്ള ലൈഫായിരുന്നു. അപ്പോൾ അതിൻ്റെ മെസ്സേജ് ഞാൻ ലോകത്ത് അറിയിക്കാൻ വേണ്ടിയാണ് ഈ ബുക്ക് എഴുതിയത്. ഓക്കെ, ഇനി നമുക്ക് ഗൗരിയുടെ പുസ്തകത്തെക്കുറിച്ച് ചോദിക്കാം. ഗൗരിയുടെ പുസ്തകം ഇതിനെക്കുറിച്ചാണ് പറയുന്നത്. മാം, എൻ്റെ പുസ്തകം ഞാൻ ആക്ച്വലി എഴുതാൻ തുടങ്ങിയ കോവിഡിൻ്റെ സമയത്തായിരുന്നു. അപ്പോൾ കോവിഡിൽ എല്ലാ സ്ഥലത്തും ഭയങ്കര ഡിപ്രസിങ് ന്യൂസ് ആയിരുന്നു, ലോക്ക്ഡൗൺ ആയിരുന്നു.
പഠിക്കാൻ കുറേ ഉണ്ടായിരുന്നു. ഞാൻ അന്ന് 10th ബോർഡ് എക്സാം എഴുതുന്ന സമയം. അപ്പം എനിക്കൊരു എസ്കേപ്പ് വേണമായിരുന്നു. എനിക്ക് ഈ നമ്മളുടെ നോർമൽ ലോകം, ഡിവൈസും ഓൺലൈൻ ക്ലാസ്സസ് ഒക്കെ കൈൻഡ് ഓഫ് മടുത്തു പോയിരുന്നു. അപ്പം ഞാൻ എഴുതാൻ തുടങ്ങിയ നോവലാ ഇത്. ആക്ച്വലി ഒരു ഫാന്റസി നോവലാ. ഒരു എയ്ഡൻ ഫോറസ്റ്റ് എന്ന് പറഞ്ഞൊരു ബോയുടെ കുറിച്ചാണ്. ആ കുട്ടി തന്റെ സുരക്ഷയ്ക്കായിട്ട് ആ കുട്ടിയുടെ അമ്മൂമ്മ ആ കുട്ടി വേറൊരു ലോകത്തേക്ക് അയക്കുന്നു. ആ ലോകത്ത് പോയിട്ട് ആ കുട്ടി എങ്ങനെ ഫ്രണ്ട്സിന്റെ കൂടെ പുതിയ അഡ്വെഞ്ചേഴ്സിൽ പോകുന്നു, എങ്ങനെ എല്ലാ എനിമീസിനെയും ഫേസ് ചെയ്യുന്നു, അതിനെ കുറിച്ചുള്ള ഒരു നോവലാണ് മാം. ശരി, ഇപ്പോൾ സ്കൂളിൽ പോകാൻ യൂണിഫോം ഒക്കെ ഇട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഈ പുസ്തകം എഴുതുന്നതിന് മുൻപ് അച്ഛനൊരു പ്രതിരോധ വ്യക്തൻ കേണൽ എസ് ഡിന്നിയുടെ മക്കളാണ് എന്നുകൂടെ നമ്മൾ ജനം ടി വിയിലൂടെ പറയേണ്ടിയിരിക്കുന്നു, ഈ രണ്ട് കൊച്ചു മിടുക്കികൾ. അപ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും ഒരു പ്രോത്സാഹനം, ഒപ്പം മറ്റ് ഫ്രണ്ട്സ്, ടീച്ചേഴ്സ്, ഇതൊക്കെ എങ്ങനെയായിരുന്നു രണ്ടുപേരുടെ? മാം, പപ്പയും മമ്മിയും നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സ്റ്റാർട്ടിങ് തൊട്ടേ. പപ്പ എപ്പോഴും എൻകറേജ് ചെയ്യും നമ്മളെ എഴുതാൻ. ആൻഡ് നമ്മൾ എഴുതുന്നെല്ലാം പപ്പ വായിച്ചിട്ട് പപ്പയുടെ അഭിപ്രായം പറയുകയും ചെയ്യും. മമ്മി ആണെങ്കിൽ നമ്മൾ എഴുതി കഴിഞ്ഞിട്ട് ഫുള്ള് ടൈപ്പ് ചെയ്ത് തന്നത് മമ്മിയായിരുന്നു. മമ്മി കുറേ നേരം ഇരുന്ന് ലാപ്ടോപ്പിന്റെ ഫ്രണ്ടിൽ ഇരുന്ന് ഫുൾ നമ്മൾ പഠിത്തത്തിന്റെ ഇടയിലും ഒക്കെ മമ്മിയായിരുന്നു ടൈപ്പ് ചെയ്ത് വന്നത്. ആൻഡ് മാം, ഗംഗയാണെങ്കിലും ഞാനെല്ലാം എൻ്റെ സ്റ്റോറീസ് ഒക്കെ വായിച്ചിട്ട് ഗംഗയാ കേൾപ്പിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ് ആയാലും പേരൻസ് ആയാലും എല്ലാവർക്കും വലിയ റോളുണ്ട് മാം ഈ ബുക്ക് പബ്ലിഷ് ചെയ്യുന്നതിനും റിലീസ്. മോളെ ഗൗരി, അപ്പോൾ മോളെ ഒരുപാട് മറ്റ് കഥകളും എഴുതിയിട്ടുണ്ട് എന്നാണ് അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാവുന്നത്. ഇത് ആദ്യത്തെ പുസ്തകമല്ല അല്ലേ? പുസ്തകം ആദ്യത്തെ ആയിരിക്കാം, പക്ഷെ കഥ ആദ്യത്തേതല്ല. യെസ് മാം, ഞാനും ഗംഗയും എപ്പോഴും ഇങ്ങനെ ഷോർട്ട് സ്റ്റോറീസും പോയംസും ഒക്കെ എഴുതും. പക്ഷെ നോവലായിട്ട് നമ്മൾ രണ്ടുപേരുടെ ഇത് ആദ്യത്തെ. നിങ്ങളുടെ വായിൽ നിന്ന് തന്നെ ഈ പുസ്തകത്തിൻ്റെ പേര് ആളുകൾക്ക് കേൾക്കണം എന്നുള്ളൊരാഗ്രഹമുണ്ട്. രണ്ട് കൊച്ചു മിടുക്കികളാണ്. അപ്പോൾ ആ പുസ്തകം എങ്ങനെയാണ് അതിൻ്റെ പേരുകൾ എന്നുകൂടെ ഇംഗ്ലീഷിലാണ്. എൻ്റെ പുസ്തകത്തിന്റെ പേര് പോ പ്രിന്റ്സ് എന്നാണ്. ആൻഡ് എൻ്റെ പുസ്തകത്തിന്റെ പേര് ദ സിൻഡൂരൻ ലെജൻഡ് എന്നാണ്. ഗംഗ മോളെ, ഇത് പുസ്തകമാകും, ഒരു നോവലായി വരും. നോവൽ എന്ന് പറയുമ്പോൾ കുറച്ച് അധികം നീട്ടി എഴുതണമല്ലോ. അപ്പോൾ ഇതൊരു നോവലായി വരും എന്ന് മോൾക്ക് ഇത് എഴുതി തുടങ്ങുമ്പോൾ തോന്നിയിരുന്നോ? ഇങ്ങനെ നീണ്ടു പോകും എന്നൊരു, അതോ അങ്ങനെ അത്രയും എഴുതാനുണ്ട് എൻ്റെ മനസ്സിലെന്ന് വിചാരിച്ച് അങ്ങനെ എഴുതി പോയതാണോ? അത്രയും എഴുതാൻ ഉണ്ടെന്ന് എനിക്ക് അറിയായിരുന്നു. എന്ന് പറഞ്ഞാൽ ഞാൻ എഴുതാൻ തുടങ്ങുന്ന മുമ്പ് തൊട്ടേ ഞാൻ ഓത്തേഴ്സ് പ്രൊഫഷണലായിട്ട് എങ്ങനെയാണോ എഴുതുന്നത് അതുപോലെയാണ് ഞാൻ എഴുതിയത്. ആക്ച്വലി ആദ്യം ചേച്ചി ഇങ്ങനെ ബുക്ക് എഴുതാൻ തുടങ്ങിയപ്പോൾ ആ എക്സൈറ്റ്മെന്റിൽ ഞാനും എഴുതാമെന്ന് വിചാരിച്ചപ്പോൾ എനിക്ക് ഈ സ്റ്റോറി ഐഡിയ കിട്ടി. അപ്പോൾ ഞാൻ മൊത്തം പ്ലോട്ട് ആദ്യം ഉണ്ടാക്കി, പിന്നെ അത് ഓരോന്ന് ഡ്രാഫ്റ്റായി എഴുതി, അങ്ങനെ ഫുൾ പ്രൊഫഷണൽ രീതിയിൽ ചെയ്യാൻ നോക്കി, മാക്സിമം ട്രൈ ചെയ്തു. അപ്പോൾ എനിക്ക് ആദ്യമേ തന്നെ അറിയാമായിരുന്നു ഈ ഒരു ലൈഫ് സ്റ്റോറി ഞാൻ ആ ഡോഗിൻ്റെ എഴുതുമ്പോൾ അതെന്തായാലും ഒരു ബുക്കാവും. ആൻഡ് ആ ബുക്കിൻ്റെ സ്റ്റോറി ലൈൻ എന്ന് പറയുമ്പോൾ അത് ഒരു ബയോഗ്രഫി എന്ന് തന്നെ പറയാമെന്ന് പറഞ്ഞാൽ അതൊരു ട്രൂ ലൈഫ് ബേസ്ഡ് സ്റ്റോറിയാണ്. അപ്പം എഴുതാൻ തുടങ്ങുമ്പോൾ തൊട്ടേ എനിക്ക് അറിയാമായിരുന്നു ഇതൊരു ബുക്കാവും. ആൻഡ് ഈ ബുക്കിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതായിരിക്കും അതിന് ഏറ്റവും വലിയ പർപ്പസ്. യെസ്, അങ്ങനെ തന്നെയാണ്. കാരണം എല്ലാ എഴുത്തുകാരും പറയുന്നത് താങ്കൾ എഴുതുന്നത് ആർക്കെങ്കിലുമൊക്കെ അത് ഇപ്പം പറഞ്ഞതുപോലെ തന്നെ ഇൻഫ്ലുവൻസ് ആകണം എന്നുള്ളത്. നമുക്ക് ഗംഗയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ കൊറോണ സമയത്താണ് എഴുത്തിൻ്റെ പണിപ്പുരയിലേക്ക് കടക്കുന്നതെന്ന് പറയുന്നത്. കാരണം മിക്ക ആളുകളും, കൊച്ചുകുട്ടികളടക്കം പല രീതിയിലുള്ള വൈഭവങ്ങൾ അവരൊക്കെ തന്നെ കാണിച്ചു തുടങ്ങിയത് ഈ കൊറോണ ടൈമിലായിരുന്നു. കുറേ സമയമുണ്ടായിരുന്നു ആ ഒരു സമയത്ത് എഴുതുന്നതിന് വേണ്ടിയിട്ട്. ഇപ്പോൾ ഈ ഒരു പുസ്തകത്തിൻ്റെ തീം എന്താണ് എന്നുള്ളൊരു കാര്യം കൃത്യമായിട്ട് നിങ്ങൾ പറയുകയും ചെയ്തു. ഏതാണ് ഇതിലേക്ക് എത്തിപ്പെടാനുള്ളൊരു കാരണം കൂടി? മാം, എൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ ചെറുതിലോട്ട് ഒരു ഹാരി പോട്ടർ ഫാനായിരുന്നു. പിന്നെ ഇങ്ങനത്തെ ഫാൻറ്റസി നോവൽസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഇത് വായിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ഒരു എറഗോൺ എന്ന് പറഞ്ഞൊരു ബുക്ക് വായിച്ചിരുന്നത്. ആ ബുക്ക് എഴുതിയത് ക്രിസ്റ്റഫർ പൗലിനി എന്ന് പറഞ്ഞൊരു 16-year-old ബോയാണ്. അത് വായിച്ചപ്പോഴാണ് എനിക്ക് കത്തിയത്. എന്ന് വെച്ചാൽ റൈറ്റിംഗ് ഇങ്ങനത്തെ ഒരു പ്രൊഫഷൻ, അതിനൊരു ഏജ് ലിമിറ്റ് ഇല്ല. അത് ഏറ്റവും വയസ്സായ ആൾക്കാർ തൊട്ട് ഏറ്റവും കുഞ്ഞു ആൾക്കാർക്ക് വരെ എഴുതാം. അപ്പോഴാണ് മാം ഞാൻ എൻ്റെ ഒരു നോവൽ തനിയെ എഴുതാമെന്ന് വിചാരിച്ചിരുന്നത്. ഇതിപ്പോൾ നാളെ ഗവർണർ CV ആനന്ദബോസാണ് ഇത് പ്രകാശനം ചെയ്ത മോളെ. അത് കഴിയുമ്പോൾ നിങ്ങൾ രണ്ടുപേരും വലിയ എഴുത്തുകാരായി മാറുകയാണ്, അറിയപ്പെടുന്നവരായി മാറാൻ പോവുകയാണ്. ഒരുപാട് പേര് നിങ്ങളുടെ പുസ്തകങ്ങൾ, ഇതുവരെ പപ്പയും മമ്മി അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ മാത്രമാണ് ഇത് വായിച്ചിരുന്നത് എങ്കിൽ നാളെ മുതൽ എല്ലാവരും ഈ പുസ്തകം വാങ്ങി വായിക്കാൻ പോവുകയാണ്. അതൊരു
ഒരു എഴുത്തുകാരൻ ഒരു എഴുത്തുകാരി എന്ന് പറയുമ്പോൾ അവർക്കൊരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് കൂടിയുണ്ട് അല്ലേ? അപ്പോൾ ഇനിയും എഴുതണം, ആ എഴുത്തുകളിൽ അത് വരണം, അങ്ങനെയുള്ള ചിന്ത കൂടിയുണ്ടോ? ഇനിയും എഴുതുമോ? ഇനി ഉറപ്പായിട്ട് ഇത് നമ്മളുടെ രണ്ടുപേർക്കും ആ ഒരു റൈറ്റിംഗ് എന്ന് വെച്ചാൽ നമ്മുടെ പാഷനാണ്. അപ്പം റൈറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ ഫുൾ അതിൽ എഫേർട്ട് ഇടുന്നു, ഫുൾ ഹാർഡ് വർക്ക് ചെയ്യുന്നു. അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ അത് ഹാപ്പി ആക്കുന്ന റൈറ്റിംഗ്. അപ്പം നമ്മളിനി എന്തായാലും നമ്മളെ മൊത്തം ലൈഫ് നമ്മൾ ബുക്സ് ചെയ്തും കുറേ, ആൻഡ് നമ്മൾ അത് ആൾക്കാരെ വായിക്കാനും കൊടുക്കും, പബ്ലിഷ് ചെയ്യും. ആൻഡ് നമ്മൾ ഇനിയും ഇങ്ങനെ നമ്മൾക്ക് തോന്നുന്ന ഐഡിയാസ് നമ്മൾ ബുക്സിൻ്റെ രീതി കൺവേ ചെയ്യും ആൾക്കാർക്ക്. ശരി, എന്തായാലും നമുക്ക് സമയക്രമമുണ്ട്. നിങ്ങളുടെ കൂടുതൽ കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിയണമെന്നുണ്ട്. ഏതായാലും പുസ്തക പ്രകാശനത്തിന് ഞങ്ങൾ വരും, അതെ, അത് പകർത്തും, ജനങ്ങളെ കാണിക്കും, ആ പുസ്തകങ്ങളെക്കുറിച്ച് കൂടുതലായി അറിയിക്കും. കാരണം നിങ്ങളെപ്പോലുള്ള കുട്ടികൾ ഈ ഇതുപോലുള്ള കാര്യങ്ങളിൽ, അതായത് ഒരു നോവൽ എഴുതുക, അത് പ്രകാശനം ചെയ്യുക, അത് മറ്റുള്ളവർ വായിക്കണം, അതിലൂടെ നല്ലൊരു സന്ദേശം നൽകുക, മാത്രമല്ല ഫാൻറ്റസിയുടെ ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുക. വളരെ സന്തോഷം ഇത്ര ചെറിയ പ്രായത്തിൽ നിങ്ങളതിന് മുതിർന്നു എന്നുള്ളതിന്. അതിന് എല്ലാവിധ പ്രോത്സാഹനങ്ങളും നൽകിയ നിങ്ങളുടെ മാതാപിതാക്കളെയും ഞങ്ങൾ അഭിനന്ദിക്കുകയാണ്. വളരെ നന്ദി മക്കളെ. നിങ്ങൾക്ക് സ്കൂളിൽ പോകാൻ സമയമായിരുന്നു ഞങ്ങൾക്കറിയാം. ഒട്ടും സമയം കളയണ്ട, പെട്ടെന്ന് തന്നെ റെഡിയായി സ്കൂളിലേക്ക് പോയിക്കോളൂ. എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച് മാം. മാം എന്ന് വിളിച്ചപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, എൻ്റെ കൂടെ പഠിച്ച എൻ്റെ സഹപാഠിയുടെ മക്കളാണ് ഇവരെന്ന് ഞാൻ ഇന്നാണ് അറിയുന്നത്. ലക്ഷ്മിയുടെ മക്കളാണ് ഇവരെന്ന് ഞാൻ ഇന്നാണ് അറിയുന്ന സന്തോഷം കൂടി ഞാൻ ഏതായാലും പങ്കുവയ്ക്കുന്നു.